എപ്പോഴാണ് ഓപ്പൺ ആവുന്ന അപ്പം തൊട്ട് ഇത് ക്ലോസ് ചെയ്യുന്നവരെ ഫുൾ ടൈം കൂടെ നല്ല തിരക്കായിരിക്കും മൈസൂർ പാലസിൽ. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന മൈസൂരിലെ ഏറ്റവും വലിയ കൊട്ടാരവും ഇത് തന്നെയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:10 എന്നിട്ട് പോലും ഇവിടെ തിരക്ക് കണ്ട നിങ്ങൾ നീണ്ടൊരു ക്യൂ ആട്ടോ ബേക്കോട്ട്. ഇതിൻ്റെ അകത്ത് സന്ദർശിക്കാനായിട്ടാണ്. പാലസിൻ്റെ നൈറ്റ് വ്യൂ കാണാനായിട്ട് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. റൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും, ലൈറ്റൊക്കെ ഇട്ട് ഒരു ഷോയാണ് കാണാനായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. മൈസൂർ പാലസ്, കൊട്ടാരങ്ങളുടെ നഗരമായ മൈസൂരിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. മൈസൂർ പാലസിൻ്റെ അതിമനോഹരമായൊരു ദൃശ്യം. പൊളി. ഈ വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുമോ ഞങ്ങളൊന്ന് അന്വേഷിക്കാം കേട്ടോ. പാർക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. എന്നിട്ട് ബാക്കി വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. ടാക്സി സ്റ്റാൻഡാണ്, പറ്റില്ലായിരിക്കും. ഉണ്ടോ? ആണോ? ഏത് റൈറ്റ് സൈഡില്? എവിടെ റൈറ്റ് സൈഡിൽ പാർക്കിംഗ് ഇല്ലല്ലോ. നേരത്തെ പാർക്ക് ചെയ്തല്ലേ? മൈസൂര് ശരിക്കും പറയുകയാണല്ലോ, നമ്മൾ ഈ റോട്ടിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പഴയ ഒരു ഫീലൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. പണ്ട് കാലത്തെ ആ രാജാക്കന്മാരുടെ ആ ഒരു എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നിടത്തൊക്കെ ഈ രാജാക്കന്മാരുടെ സ്റ്റാച്ചു ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് കുതിരകളുണ്ട്. കുതിരേനെ കണ്ടുകൊണ്ടല്ല, എന്നാലും നമുക്ക് മൊത്തത്തിൽ ഈ കൊട്ടാരം, അതേപോലെ ഒരുപാട് 7 കൊട്ടാരങ്ങളുണ്ടെന്നാണല്ലോ പറയുന്നത് മൈസൂര്. പിന്നെ ഓരോ റൗണ്ട് ബോട്ടിലും ഈ പറയുന്ന പോലെ രാജാക്കന്മാരുടെ ഇത് കണ്ടോ, സ്റ്റാച്ചു കണ്ടോ. അപ്പം അതുകൊണ്ട് മൈസൂർ നമ്മൾ യാത്ര ചെയ്യും. അതേപോലെ തന്നെ ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ വമ്പൻ കെട്ടിടങ്ങളാട്ടോ, എല്ലാം വമ്പൻ കെട്ടിടങ്ങളാണ്. ഒക്കെ ആ ഒരു പഴയ ഒരു ഫീൽ, നൊസ്റ്റാൾജിക്. തമ്പൂര് 50 രൂപ. തൃശ്ശൂർ റൂം എടുത്തു. വീഡിയോ എടുത്തോളാൻ പറഞ്ഞ റൂം എടുത്തു. റൂം വേണമെന്നാണ് അവർ ചോദിക്കുന്നത്. എന്തിനാ പാർക്കിംഗ് കിട്ടി, പാർക്കിംഗ് ചെയ്യുകയാണ് നമ്മൾ. ഇനി നമുക്ക് നേരെ ദൃശ്യങ്ങളിലേക്ക് കിടക്കാട്ടോ. വണ്ടി നിർത്തി. നിങ്ങൾ മൈസൂർ വന്നു കഴിഞ്ഞാൽ ഈ ചെങ്ങായിനെ കാണാട്ടോ. നിങ്ങൾക്ക് ഈ ചെങ്ങായിയുടെ നമ്പർ എന്ന് പറഞ്ഞാൽ 702261 മനോജ് എന്നാണ് ആളുടെ പേര് വരുന്നത്. അപ്പോൾ മൈസൂർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂമും മറ്റു കാര്യങ്ങൾ എല്ലാത്തിനും വേണ്ടിയിട്ട് പുള്ളിയെ സമീപിച്ചാൽ മതി. അപ്പോൾ ഏറ്റവും റേറ്റ് കുറഞ്ഞ രീതിയിൽ പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്തു തരും കേട്ടോ. പാലസിനോട് ചേർന്ന് ഇവിടെ ഒരു വരപ്രസാദി ഗണപതി ടെമ്പിൾ ഉണ്ട് കേട്ടോ. ഇപ്പോഴും നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. ഫുൾ ടൈം എപ്പോഴാണ് ഓപ്പൺ ആവുന്ന അപ്പം തൊട്ട് ഇത് ക്ലോസ് ചെയ്യുന്നവരെ ഫുൾ ടൈം കൂടെ നല്ല തിരക്കായിരിക്കും മൈസൂർ പാലസിൽ. ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രി വരുന്നത് കേട്ടോ. എന്ത് രസാ. മൈസൂർ പാലസിൻ്റെ അകത്തേക്ക് കയറുന്ന മെയിൻ എൻട്രൻസിൽ നമുക്ക് ചാമുണ്ഡി ദേവിയുടെ ഒരു രൂപമൊക്കെ കാണാം കേട്ടോ. അതുകൊണ്ടോ ഇത് എൻ്റെ ഒരു അറിവ് വെച്ച് പറയുന്നതാണ് മെയിൻ എൻട്രൻസ്. ഒന്നും കറക്റ്റ് അറിയില്ല. വോഡയാർ രാജവംശം 14-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന മൈസൂരിലെ ഏറ്റവും വലിയ കൊട്ടാരവും ഇത് തന്നെയാണ്. നമ്മൾ ഈ മെയിൻ ഗേറ്റിലൂടെയാണ്, മെയിൻ ഗേറ്റിൽ കാണുന്നതാണ് മെയിൻ ഗേറ്റ്. മെയിൻ ഗേറ്റിൽ നമ്മളിങ്ങനെ വന്ന്
ഈ ഗേറ്റിൻ്റെ എൻട്രൻസിലൂടെയാണ് അകത്തേക്ക് കിടക്കുന്നത്, കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കിടക്കുന്നത്. കൊട്ടാരത്തിൻ്റെ ഈ ഗേറ്റിനോട് ചേർന്ന് മുകളിലായിട്ട് ഒരു കൃഷ്ണൻ്റെ രൂപം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുണ്ടോ? 1912 ഇത് രണ്ടാമത് പണി പൂർത്തിയാക്കി കഴിഞ്ഞ കൊട്ടാരമാണ്. അതായത് 1897 കൊട്ടാരത്തിന് ചെറിയൊരു അറ്റകുറ്റപ്പണികളുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 1912 വീണ്ടും താമസിച്ചത് ഇവിടെ. അതുവരെ ഇവർ താമസിച്ച കൊട്ടാരമാണ് നമ്മൾ ഇന്നലെ കണ്ട കൊട്ടാരം. അത് ഞങ്ങളുടെ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്ന കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം. അത് നിങ്ങൾക്കിപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:10 എന്നിട്ട് പോലും ഇവിടെ തിരക്ക് കണ്ട നിങ്ങൾ. നീണ്ടൊരു ക്യൂ ആട്ടോ ബേക്കോട്ട്. ഇതിൻ്റെ അകത്ത് സന്ദർശിക്കാനായിട്ടാണ്. ഇപ്പോൾ ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഷോ വരുന്നുണ്ട്. ആ ലൈറ്റ് ഷോ കണ്ടിട്ട് ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നല്ല ഭംഗിയായിരിക്കും ലൈറ്റ് കാണാനായിട്ട്, ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കാണാനായിട്ട്. ഈ പുറത്ത് തന്നെ ഒരുപാട് ബൾബുകളുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ടോ? അപ്പോൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് ഭംഗിയായിരിക്കും കാണാൻ. ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട്. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. 100 രൂപയാണ് ടിക്കറ്റിന് വരുന്നത്. ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത്. അതേപോലെ തന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിത് അംബാവ്യാസ് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഇതിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ് വരുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ഇവിടെ കണ്ടത് പാലസിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ ശ്വേതവരാഹ സ്വാമി ടെമ്പിൾ കാണാം. നമുക്കിവിടെ മഹാലക്ഷ്മി ടെമ്പിൾ കാണാം. നല്ല മനോഹരമായ ടെമ്പിൾ കേട്ടത്. അതേപോലെ നമ്മൾ പുറത്ത് കാണിച്ചതുപോലെ അകത്തും കാണിക്കുന്നുണ്ടോ? പുറത്തുനിന്ന് 3 പേഴ്സൺ. ഇനി ടിക്കറ്റ് വെച്ചോ? എന്ത് മനോഹരമായ ഒരു കൊട്ടാരാന്ന് നോക്കി നിങ്ങൾ. ഇത് ഈ കൊട്ടാരം നമുക്ക് കാണാനായിട്ട് അവർ 100 രൂപ ഈടാക്കിയത്. ശരിക്കും പറയുന്നത് നമുക്ക് അകത്തേക്ക് നൈറ്റ് പ്രവേശനമില്ല. ഇപ്പോൾ ആൾക്കാർ നൈറ്റ് വരുന്നത് വേറൊന്നിനല്ല, ഈ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതിനിപ്പോൾ 100 രൂപ ഇത്തിരി കൂടുതലാണെന്ന് പലരും പറയുന്നു. അത് കറക്റ്റ് അറിയില്ല. ആൾക്കാർ കൂടുന്നുണ്ട്. എന്തിനാണോ? കൊട്ടാരത്തിൻ്റെ ഇവിടുന്ന് നമ്മുടെ അടുത്ത് ഇവർ വിസിലടിച്ച് പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് ജൽത്തി ചലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കൊട്ടാരത്തിൻ്റെ മെയിൻ എൻട്രൻസ് ഞാൻ പറഞ്ഞു, ഞങ്ങൾ കയറി വന്ന എൻട്രൻസ് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ കൊട്ടാരത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇവിടെ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. അവിടെ സീറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കാനായിട്ട്. കുറേ സീറ്റ് ഉണ്ട്, പേടിക്കണ്ട. ഞാൻ വിചാരിച്ച സീറ്റിൻ്റെ എണ്ണം കുറവായിരിക്കും. ഇവിടെ എന്താ ഷോ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാട്ടത് നിങ്ങളെ കാണിച്ചു തരാം. ಮೈಸೂರು ಅರಮನೆಗೆ ಸುಸ್ವಾಗತ. ಜಗದ್ವಿಖ್ಯಾತ ಮೈಸೂರು ಅರಮನೆಯ ಮುಂದೆ ನೀವಿದ್ದೀರಿ. ಮೈಸೂರು ಬರೀ ಸ್ಥಳವಲ್ಲ, ಬರೀ ಹೆಸರಲ್ಲ, ಇದು ರಾಜರ ಸಂಸ್ಕೃತಿಯ ತವರು. ಮಹಾಕಾಳಿ, ಲಕ್ಷ್ಮಿ, ಸರಸ್ವತಿ, ತ್ರಯಂಬಿಕೆಯ ತ್ರಿಪುರ ಸ್ವರೂಪಳಾದ ಶ್ರೀ ಚಾಮುಂಡಿ ನಮ್ಮ ನಂಬುಗೆಯ ದಿವ್ಯ ಪ್ರತಿನಿಧಿ. ಮೈಸೂರು ಇತಿಹಾಸದ ಆದಿ, ಮಧ್ಯ, ಅಂತ್ಯ ಎಲ್ಲವೂ ತಾಯಿ ಚಾಮುಂಡಿಯೇ.
ಪುರಾಣದಲ್ಲಿ ಈ ಪ್ರದೇಶ ಮಹಿಷ ಮಂಡಲ ಎಂದು ಪ್ರಸಿದ್ಧಿ. ಚಾಮುಂಡಿ ಇಲ್ಲಿ ಬಂದು ನೆಲೆಸಿದ್ದೇ ಒಂದು ರೋಚಕ ಕಥೆ. ಹಿಂದೆ ಇಲ್ಲೊಬ್ಬ ರಾಕ್ಷಸನಿದ್ದ. ಅವನ ಹೆಸರು ಮಹಿಷ. ಅವನು ಅತ್ಯಂತ ಕ್ರೂರಿಯಾಗಿದ್ದ, ಜನ ಕಂಟಕನಾಗಿದ್ದ. ಮಹಿಷನಿಗೆ ತಾನು ಅಮರನಾಗಬೇಕು ಎಂಬ ಆಸೆಯಾಯಿತು. ಶಿವನನ್ನು ಕುರಿತು ಘೋರ ತಪಸ್ಸು ಮಾಡತೊಡಗಿದ. ಭಗವಂತ ಅವನ ಘೋರ ತಪಸ್ಸಿಗೆ ಮಹಿಷಾಸುರ, ಏಳು, ನಿನ್ನ ಘೋರ ತಪಸ್ಸಿಗೆ ಮೆಚ್ಚಿ ಪ್ರತ್ಯಕ್ಷನಾಗಿದ್ದೇನೆ. ಧನ್ಯೋಸ್ಮಿ, ಧನ್ಯೋಸ್ಮಿ, ಕೈಲಾಸಪತೆ, ಧನ್ಯೋಸ್ಮಿ. ಏನು ವತ್ಸ, ಏನು ಇಷ್ಟಾಂತ ಸಿದ್ಧಿರಸ್ತು. ಮಾಡಬೇಕು. ಕೈಲಾಸಪತಿ, ಕೈಲಾಸಪತಿ, ಶರಣು ಶರಣು ನಿನಗೆ. ಈ ಮಹಿಷನ ಅಟ್ಟಹಾಸ ಆಕ್ರಮಣವನ್ನು ನಾವು ತಾಳಲಾರೆವು. ಕಾಪಾಡು, ನಮ್ಮನ್ನು ಕಾಪಾಡು. ನಾನು ಅಸಹಾಯಕ. ನಾನು ವರ ಕೊಡಬಲ್ಲನೇ ಹೊರತು ಹಿಂದಕ್ಕೆ ಪಡೆಯಲಾರೆ. ನನಗೆ ಸಾಕ್ಷಾತ್ ಪರಶಿವನ ವರವಿದೆ. ನನಗೆ ಯಾವ ಗಂಡಸಿಂದಾಗಲಿ ನಾರಿಯಿಂದಾಗಲಿ ಮರಣವಿಲ್ಲ. ನಾನೇ ಇನ್ನು ಮುಂದೆ ಜಗದೀಶ್ವರ. ಹಾ, ಸಾವು ಬಾರದೆ ಇರುವುದು ಗಂಡಸ. ಸಮಸ್ತ ದೇವತೆಗಳು ನನ್ನನ್ನು ಪ್ರಾರ್ಥಿಸುವಂತಹ ಕಾರಣವಾದರೂ ಏನು? ಮಾತೆ, ರಕ್ಷಿಸು. ನಾವು ಮಹಿಷನ ಉಪಟಳವನ್ನು ತಡೆಯಲಾರೆವು. ದೇವಿ, ನೀನು ಶಕ್ತಿಯ ಅಪರಾವತಾರ. ನೀನು ಮಾತ್ರ ಮಹಿಷನನ್ನು ವಧಿಸಲು ಸಾಧ್ಯ. ಸ್ವಾಮಿ, ತಮ್ಮ ಚಿತ್ತ. ನಾನು ಚಾಮುಂಡಿಯ ರೂಪದಲ್ಲಿ ಮಹಿಷನನ್ನು ವಧಿಸುತ್ತೇನೆ. ರಣಧೀರ ಕಂಠೀರವ ನರಸರಾಜ ಒಡೆಯರು ವಿಜಯಪುರದ ರಣದುರ್ಗ ಖಾನ್, ಮಧುರೆಯ ನಾಯಕ ಹಾಗೂ ಮಾಗಡಿ ಕೆಂಪೇಗೌಡರನ್ನು ಸೋಲಿಸಿದರು. ರಾಜ್ಯ ವಿಸ್ತರಿಸಿದರು. ತಮ್ಮದೇ ಟಂಕಸಾಲೆ ಆರಂಭಿಸಿ ಕಂಠೀರಾಯಪ್ಪನ ಎಂಬ ನಾಣ್ಯವನ್ನು ಚಲಾವಣೆಗೆ ತಂದರು. ಮೈಸೂರಿನ ಇತಿಹಾಸದಲ್ಲಿ ಆದರ್ಶವೇ ನಿಂತಿದೆ. ಕಂಠೀರವ ನರಸರಾಜರ ನಂತರ ಅಧಿಕಾರಕ್ಕೆ ಬಂದವರು ದೊಡ್ಡ ದೇವರಾಜ ಒಡೆಯರು. ಅವರು ಚಾಮುಂಡಿ ಬೆಟ್ಟಕ್ಕೆ 1000 ಮೆಟ್ಟಿಲುಗಳನ್ನು ಕಟ್ಟಿಸಿದರು. ಮಾರ್ಗ ಮಧ್ಯೆ ಸುಂದರವಾದ ನಂದಿ ವಿಗ್ರಹವನ್ನು ಪ್ರತಿಷ್ಠಾಪಿಸಿದರು. ಆನಂತರ ಬಂದ ಚಿಕ್ಕದೇವರಾಜ ಒಡೆಯರು ಮೈಸೂರಿನ ಇತಿಹಾಸದ ಸುವರ್ಣಯುಗದ ಹರಿಕಾರರಾದರು. ಶ್ರೀಮನ್ಮಹೀಶೂರ ರತ್ನ ಸಿಂಹಾಸನಾಧೀಶ್ವರ ಬಿರುದಂತೆಂಬರ ಗಂಡ ರಾಜ ಜಗದೇವ ನವಕೋಟಿ ನಾರಾಯಣ ಅಪ್ರತಿಮ ವೀರ ದಕ್ಷಿಣ ಚಕ್ರವರ್ತಿ ೀಮಂತಂ ಯದುಶೈಲ ವಲ್ಲಭ ಪದಾಂಭೋಜ ಭೃಂಗಂ ಗುಣಾರಾಮಂ ಪಶ್ಚಿಮ ರಂಗಧಾಮನಗರ ಈ ಸಿಂಹಾಸನಾಧೀಶನ್ ಬುದ್ಧಾಮ ಶ್ರೀ ಯದುವಂಶ ಕಲ್ಪತರು ಪ್ರೌಢ ಪ್ರಮಾಣಂ ಜಗತ್ಪ್ರೇಮಂ ಬೆತ್ತು ನೆಗಳ್ಗೆ
देवेन्द्र मही चन्द्रमम् പെണ്ണ പെത്തവരു പെർച്ചുവരു പെണ്ണു പെത്തുದರಿಮದೆ ಪೆಸರೆನಿಸಿ ತುಮಿಗೆ ಬಣ್ಣವೇರಿದು ಪಾಲ್ಗಡಲು പെണ്ണിന്റെ പെർമಗೊಂಡನು ಹೇಮವಂತನು പെണ്ണിന്റെ ಬೈಗೂ ಪೆರ್ಚಿದನು പെണ്ണിന്റെ ಜನಕರಾಯ ಜಸವ ನಡೆದನು പെണ്ണನಿಂದಿಸಲೇಕೆ ಪೆರರು ಪೆಣ್ಣಲ್ಲವೇ ತಮ್ಮನೆಲ್ಲ ಪಡೆದ ತಾಯಿ ಪೆಣ್ಣಲ್ಲವೇ ಓರೆದವಳು ಪೆಣ್ಣು ಪೆಣ್ಣೆಂದೇತಗೆ ಬೀಳುಗಳೆವರು ಕಣ್ಣು ಕಾಣದ ಗಾವಿಲರು. ಸ್ವತಃ ಕವಿ, ವಿದ್ವಾಂಸ ಮತ್ತು ಅದ್ಭುತ ವೀಣಾವಾದಕ ಕಲಾವತಿ ಚಿಕ್ಕದೇವರಾಜ ಒಡೆಯರ ಪ್ರೀತಿ ಪಾತ್ರವೇನೆ. ಅದರ ಸ್ಪರ್ಶವೇ ಅವರಿಗೆ ರೋಮಾಂಚನ ನೀಡುತ್ತಿತ್ತು. ಅದನ್ನು ಎತ್ತಿ ತೊಡೆಯ ಮೇಲಿರಿಸಿಕೊಂಡು ಚೂಪಾದ ಉಗುರುಗಳಿಂದ ತಂತಿ ಮಿಡಿಯುತ್ತಿದ್ದರೆ ಇಡೀ ಲೋಕವೇ ನಾದಮಯವಾಗುತ್ತಿತ್ತು. ವೀಣೆಯ ನಾದ ತರಂಗಗಳು ನನ್ನ ಪುಟ್ಟ ದೇಹದ ಉಂಡೆಗಳನ್ನು ಅನುಭವಗೊಳ್ಳುತ್ತಿದ್ದವು. ದಸರಾ ಪರಂಪರೆಯನ್ನು ವರ್ತಮಾನ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും നേരം കണ്ടത് മൈസൂർ രാജവംശത്തിൻ്റെ ഒരു ചരിത്രമായിരുന്നു. കന്നഡയിലായിരുന്നു അത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റിയില്ല. രണ്ട് ഭാഷയിലാണിത് ഇവർ പറയുന്നത്. ഒന്ന് കന്നഡയിലും പിന്നെ ഒന്ന് ഇംഗ്ലീഷിലുമാണ്. ആദ്യം 7 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെ 1 മണിക്കൂർ ഇംഗ്ലീഷും പിന്നെ വരുന്നത് കന്നഡയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ മസ്റ്റായിട്ട്, ഇപ്പോൾ കന്നഡ അറിയാവുന്നവർക്കാണെങ്കിൽ വിഷയമില്ല. മലയാളികൾ വരുവാണെങ്കിൽ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ. അല്ലാതെ അതിനുവേണ്ടി നിങ്ങൾ വരുവാണെങ്കിൽ 7 മണി തൊട്ട് കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പെട്ടുപോകും. ഞങ്ങൾ മറ്റേ കന്നഡയും കേട്ടിരുന്ന് ഒന്നും മനസ്സിലാവാണ്ട് അകത്തിരുന്നിട്ട് ആകെ എന്താ പറയുക കൺഫ്യൂഷൻ അടിച്ചിട്ട് എന്നിട്ടൊന്നും മനസ്സിലാവണ്ടേ. ഇംഗ്ലീഷാണെങ്കിൽ പിന്നെയും കുറച്ചെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ വരുന്നവർ നൈറ്റ് ലൈറ്റ് ഷോ കാണാൻ വരുന്നവർ 7 മണിക്ക് കയറാൻ നോക്കുക. 7 മണി തൊട്ട് 8 മണി വരെ. 8 മണിക്ക് ശേഷം കന്നഡയായിരിക്കും.
ലൈറ്റ് ഷോ കാണാനായിട്ട് ഇവിടെ ഒരു സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നിൽക്കുകയൊന്നും വേണ്ട, സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് പിന്നെ മെയിൻ എൻട്രൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോയി. അതേപോലെ തന്നെ 4 എൻട്രൻസ് ആണ് ഈ കൊട്ടാരത്തിൻ്റെ ചുറ്റുമായിട്ട് വരുന്നത്. ഈ കാണുന്ന ഇതൊരു എൻട്രൻസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് വരുന്നൊരു എൻട്രൻസ് ആണ് ഇപ്പുറത്ത് കാണുന്ന എൻട്രൻസ്. അതേപോലെ തന്നെ വരുന്നൊരു എൻട്രൻസ് ആണ്. അവിടുന്ന് ഒരു എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിൽ കൂടിയാണ് ഞങ്ങൾ വന്നത്. പിന്നെ റൈറ്റ് സൈഡിലൊരു എൻട്രൻസ് തോന്നി, കറക്റ്റ് ചരിത്രം അറിയില്ല. ഇപ്പോഴത്തെ രാജാവിൻ്റെ പേര് യദുവീർ കൃഷ്ണരാജ വോഡയാർ എന്നാണെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 80,000 കോടിയുടെ ആസ്തിയൊക്കെ ഉണ്ടത് മലയാളം. നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ മെയിനായിട്ട് നിങ്ങൾ പകലാണെങ്കിൽ നിങ്ങൾക്ക് കാലത്ത് 10 മണി തൊട്ട് 8 മണി തൊട്ട് വൈകിട്ട് 5 മണി 5:30 വരെ എങ്ങാണ്ട് നിങ്ങൾക്ക് പാലസിൻ്റെ അകത്ത് കയറി കാണാൻ പറ്റും. അതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതിന് ശേഷം പിന്നെ 7 മണിക്ക് വരുന്ന ഈ ലൈറ്റ് ഷോ ആണ് നിങ്ങൾക്ക് പിന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മൈസൂർ പാലസ് കാണാൻ വരുന്നവർ രാവിലെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മൈസൂർ പാലസിൻ്റെ അകത്ത് കയറിയിട്ടുള്ള വിശേഷങ്ങൾ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂർ പാലസ് ഒരു വണ്ടർ തന്നെയാണ് കേട്ടോ. ഒരു അത്ഭുത നിർമ്മിതി തന്നെയാണ്. കാരണം ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള വീഡിയോ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്, അടുത്ത വീഡിയോ വരുന്നുണ്ട്. ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ മാർബിള്, ഇതിൻ്റെ പണികൾ അതൊക്കെ ഭയങ്കരമായിരുന്നു. 100 വർഷം മുന്നേ ഇത്രയും വലിയൊരു നിർമ്മിതി നിർമ്മിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു സംഭവം തന്നെയാണ്. അതേപോലെ തന്നെ ഏത് നേരത്തും ഇവിടെ ആൾക്കാരുണ്ട്. ഇത് കാണാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റന്മാരെ നമ്മൾ മൈസൂരിൻ്റെ പാലസിൻ്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ഇവിടെ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. ലൈറ്റ് ഷോ കഴിഞ്ഞു. 7 മണി തൊട്ട് 9 മണി വരെയാണ് ലൈറ്റ് ഷോ ഇവിടെ നടക്കുന്നത്. 7 മണി തൊട്ട് 8 മണി വരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലീഷും, 8 മണി തൊട്ട് 9 മണി വരെ കന്നഡയാണ് ഇവിടെ ലൈറ്റ് ഷോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഷോയിൽ നമ്മൾ മെയിനായിട്ട് കാണിച്ചിരുന്നത് ഈ മൈസൂർ വോഡയാർ രാജവംശത്തിൻ്റെ ഹിസ്റ്ററിയാണ് ഇവർ കാണിച്ചിരുന്നത്. 600 വർഷത്തെ ഒരു ഹിസ്റ്ററി. അതായത് അവർ ഈ ലൈവ് ഷോയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. മലയാളികൾക്കൊന്നും മനസ്സിലാവില്ല. ഒന്നാമത് നമുക്ക് ഇംഗ്ലീഷും അറിയില്ല, കന്നഡയും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് മലയാളികൾ വരികയാണെങ്കിൽ വല്ല വീഡിയോയും കണ്ടാൽ മതി. ഇതിൻ്റെ അകത്ത് 100 രൂപ കൊടുത്ത് കയറി വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മലയാളികൾ ലൈവ് ഷോ കാണാൻ വരികയാണെങ്കിൽ ഇപ്പോൾ കന്നഡയും ഇംഗ്ലീഷുമാണ് ഇവിടെ വരുന്ന ലാംഗ്വേജുകൾ വരുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷും അറിയില്ല, കന്നഡ അറിയില്ല. അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് ചെറിയ രീതിയിൽ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 വർഷത്തെ വോഡയാർ രാജവംശത്തിൻ്റെ ഒരു ചരിത്രം, ഒരു ഹിസ്റ്ററി പറയുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ലൈവ് ഷോയിലൂടെ അവർ കാണിച്ചിരിക്കുന്നത്. അതായത് ഇവർ ഹിസ്റ്ററി പറയുമ്പോൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് കുറച്ച് ലൈറ്റൊക്കെ കത്തും, അത്രയേ ഉള്ളൂ. അല്ലാണ്ടിപ്പോൾ നമ്മൾ മറ്റേ വാട്ടർ ഷോ കാണില്ലേ, അപ്പുറത്ത് വൃന്ദാവൻ ഗാർഡനിൽ പോയ വാട്ടർ ഷോ ഉണ്ടായിരുന്നു, അതേപോലെയൊന്നുമല്ല, ചെറിയ വ്യത്യാസമുണ്ട്. അത്ര എൻ്റർടൈൻമെൻ്റ് ഒന്നുമല്ല.